വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കോറായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ലേ, ആ ഇഷ്യൂ എന്താ അഡ്രസ് ചെയ്യപ്പെടാത്തത്? ഒരു LC അംഗം അദ്ദേഹത്തിന്റെ പിതാവിനെ അവഹേളിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ ശ്രീ മമ്മൂട്ടിയെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അപ്പോൾ ശ്രീ സുധാകരനെ പോലെ 63 വർഷം പാർട്ടിയുടെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഈ കാര്യം പറയുന്ന സമയത്ത് അത് അന്വേഷിക്കണ്ടേ? ശ്രീ MA ബേബി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനെ ആരെങ്കിലും അധിക്ഷേപിച്ചെങ്കിൽ അത് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നായിരിക്കുമെന്ന്. വ്യാജ അക്കൗണ്ടും ജെനുവിൻ അക്കൗണ്ടും എല്ലാം ചേർന്നിട്ട് ശ്രീ മമ്മൂട്ടിയെ ആക്ഷേപിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് ഖേദപ്രകടനം നടത്തുന്നതിന്. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി അർഹിക്കുന്നതിന്റെ 10-1 ശ്രീ സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൊണ്ട്, ഉണ്ടാക്കിയ സ്വീകാര്യത കൊണ്ട് അദ്ദേഹം അർഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം നോക്കൂ. അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം കുറഞ്ഞു, അതിനെതിരെ അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിനെ കുറിച്ച് തന്നോട് വിശദീകരണം ചോദിക്കുന്ന സമയത്ത് ഇളവരം കരീമാണ് അതിന്റെ അന്വേഷണം നടത്തുന്നത്. 25 പേജുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് താൻ കൊടുത്തു. അതവർ വായിച്ചേ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന കൃത്യമായ ഗൂഢലക്ഷ്യത്തോടു കൂടി 22 ആരോപണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ഫൈനലി കൊണ്ടുവന്നിരിക്കുന്നു. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഈ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെയുള്ള ആരും തന്നെ പിന്തുണച്ചില്ല എന്നാണ്. മറ്റുള്ള പല ആൾക്കാരും നിശബ്ദരായിരുന്നു എന്നാണ്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ശ്രീ സുധാകരൻ കൊടുത്തിരിക്കുന്ന വിശദീകരണം പരിഗണിച്ചോ ഇല്ലയോ? ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരെ ചീത്തവിളിയും മറ്റു കാര്യങ്ങളും നടത്തുക, അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്ന ഏറ്റവും സാമാന്യ മര്യാദ അതെന്തായാലും പാർട്ടി ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയത്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഇപ്പോൾ സലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണല്ലോ. പക്ഷേ സലാമിന് കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ നോക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതാരും കേട്ടതായി ഭാവിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല.